ആ മോനെ 2 തരം കാക്കയുണ്ട്. ഇതേണ്ട ആ ഇരിക്കുന്ന കാക്ക കണ്ടോ? ആ ഇരിക്കുന്ന കാക്ക മൊത്തം കറുപ്പാ കണ്ടോ? ആ കാക്കയ്ക്ക് ബലിക്കാക്ക എന്ന് പറയും, കാവരിക്കാക്ക എന്ന് പറയും. പിന്നെ കഴുത്തേൽ ഇങ്ങനെ ചാര കളറുള്ള, ഇപ്പം അത് വരും, ചാര കളറുള്ള കാക്കയാണ് ആ മരത്തിലിരിക്കുന്ന കാക്ക കണ്ടോ? അതാണ് പേനാക്കാക്ക എന്ന് പറയും. അങ്ങനെ 2 തരം കാക്ക. മോനറിയാമോ, ഇവർക്ക് ഭയങ്കര സ്നേഹമാണ് ഈ കാക്കകൾക്ക്. നിങ്ങൾ ആയുവും ആനന്ദനും ഉള്ള നിങ്ങളൊരു സാധനം കിട്ടിയാൽ ചിലപ്പോൾ ആയുവിന് കിട്ടുന്ന സാധനം അനന്തന് തരത്തില്ല. ഇവരങ്ങനെയല്ല. ഒരു സാധനം ഇവർക്ക് കണ്ടു കഴിഞ്ഞാൽ ഇവരെല്ലാം ഇവരുടെ ആൾക്കാരെ എല്ലാം ഇവർ വിളിച്ചു വരുത്തിയിട്ട് അവരിങ്ങനെ ഒറ്റയ്ക്കൊരു സാധനവും കഴിക്കാറില്ല. എല്ലാവരെയും വിളിച്ച് അങ്ങനെ കൂട്ടത്തോട് ഭയങ്കര സ്നേഹമുള്ളവരാണ് ഇവർ. മോനെ അതൊക്കെ പഠിച്ചിട്ടുണ്ടോ കഥകൾ? ഇല്ല. ഇപ്പം ഇറങ്ങി വരുന്ന കാക്കയുടെ പേരാണ് പേനാക്കാക്കയെന്ന്. അതിൻ്റെ കഴുത്തൊക്കെ ഉണ്ടോ ചാര കളറായിട്ടിരിക്കും. ഇപ്പോൾ അവർ വരും. മോനെ അനങ്ങായിരുന്നാൽ ഇപ്പോൾ വരും. അമ്മമ്മ എന്നും ഇതിന് തീറ്റ കൊടുക്കാറുണ്ട്. നമ്മുടെ അവിടെ ചിറ വെച്ചും കൊടുക്കും, ഇവിടെ വരുമ്പോൾ ഇവിടെ വെച്ചും കൊടുക്കും. അതുകൊണ്ട് അവർക്ക് നമ്മളോടൊരു അടുപ്പമുണ്ട്, സ്നേഹമുള്ളത് കൊണ്ട്. അമ്മമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ഈ കാക്കയാണ്. പക്ഷികളുടെ കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അത് കാക്കയാണ്. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ സ്നേഹവും, നമ്മുടെ പുരാണങ്ങളിലും ക്രിസ്തീയ പുരാണങ്ങളിലും നമ്മുടെ ഹിന്ദു പുരാണങ്ങളിലും എല്ലാം ഈ കാക്കയ്ക്ക് ഭയങ്കര സ്നേഹം, കാക്കയ്ക്ക് ഭയങ്കര സ്ഥാനം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബലിക്കാക്ക നമ്മൾ ബലിയിടുമ്പോൾ ആ കാക്ക വന്നത് ഭക്ഷിക്കുക, അതാണ് നമ്മൾ പുരാണങ്ങളിലൊക്കെ പറയുന്നത്. അങ്ങനെ ഈ കാക്കയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കണ്ണ് കണ്ടോ, ഇങ്ങനെ കറക്കി നോക്കുക. എത്ര ദൂരെ ഇരുന്നാലും ഇവരുടെ കണ്ണ് ഇല്ലാതെ പെടും. നമ്മളിപ്പം ഇവിടെ തീറ്റ വെച്ചത് അവർ അപ്പുറത്ത് തെങ്ങലിരുന്ന് കണ്ടു. അങ്ങനെയാണ് അവർ വരുന്നത്. പിന്നെ കൗശലക്കാരാ. നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ ഇവരുടെ കഥകളൊക്കെ? വെള്ളം കുടിക്കാൻ ദാഹിച്ച കാക്ക കുടത്തിൽ വെള്ളം ഇരുന്നപ്പോൾ ഇങ്ങനെ കല്ല് പറക്കിയിട്ടിട്ട് വെള്ളം മേളി വന്നപ്പോൾ, അങ്ങനെ ഒരു കഥ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ കുട്ടിയുടെ കയ്യിലെ ആഹാരം കഴിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ കയ്യിൽ നിന്ന് അപ്പം തട്ടിയെടുത്തുകൊണ്ട് പോയ കഥകളെ, അങ്ങനെ ഒത്തിരി കഥകൾ നമ്മൾ ഇവരെ കുറിച്ച് കേട്ടിട്ടുണ്ട്. അങ്ങനെ സ്നേഹമുള്ളവരാണ് ഈ കാക്കകൾ.